സോ ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മൾ ഐഡിയൽ ബോസ് ഗ്യാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐഡിയൽ ബോസ് ഗ്യാസിന്റെ തെർമോഡൈനാമിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ തെർമോഡൈനാമിക്സ് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് നമ്മൾ പി ബൈ കെ ടിയുടെ ഒരു ഇക്വേഷനും അതേപോലെ തന്നെ എൻ മൈനസ് എൻ സീറോ ബൈ വി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്പർ 12ഉം 13ഉം ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡിയൽ ബോസ് ഗ്യാസിന്റെ കംപ്ലീറ്റ് തെർമോഡൈനാമിക്സ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ. സോ അതിൽ നമ്മൾ ഐൻസ്റ്റീൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിരുന്നു. G3/2 of Z ഉം G5/2 of Z ഉം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐൻസ്റ്റീൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ 12ഉം 13ഉം എഴുതിയത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള നമ്മൾ ഇന്റേണൽ എനർജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്റേണൽ എനർജി ഡിറൈവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? U is equal to 3/2 into KTV by G5/2 of Z നമുക്ക് കിട്ടി. പിന്നെ അത് റീഅറേഞ്ച് ചെയ്തപ്പോൾ P is equal to 2/3 U by V എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. അതായത് ഐഡിയൽ ബോസ് ഗ്യാസിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡർ ദ കേസ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ഹൈ ടെമ്പറേച്ചർ കേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ കേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈ ടെമ്പറേച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ value of z will be very very less than 1. Okay, very very less than 1 ആയിരിക്കും z ന്റെ വാല്യൂ ഉണ്ടാവുക. ഓക്കെ. സോ നമുക്ക് ഇക്വേഷൻ 12 നമ്മൾ n മൈനസ് എൻ സീറോ വിയുടെ ഇക്വേഷൻ ആയിരുന്നു. ഇക്വേഷൻ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മൈനസ് എൻ സീറോ ബൈ വി ഇസ് ഈക്വൽ ടു G3/2 ഓഫ് z ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു. ഓക്കെ. z very very less than 1 ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. z very very less than 1 ആണെങ്കിൽ എന്തായിട്ട് പോകും? ദിസ് ഈസ് ആക്ച്വലി n ബൈ വി മൈനസ് എൻ സീറോ ബൈ വി ആയിരുന്നു അല്ലെ. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ബൈ വി മൈനസ് എൻ സീറോ ബൈ വി ആയിരുന്നു. z ന്റെ വാല്യൂ വെരി വെരി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? then n സീറോ ബൈ വി ടെൻസ് ടു 0 ആയിരിക്കും. n സീറോ ബൈ വി ടെൻസ് ടു 0 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ ഈ ടേം എന്തായിട്ട് മാറും? ഈ ടേമിൽ n ബൈ വി മാത്രമേ ഉണ്ടാവുള്ളൂ. n ബൈ വി വിൽ ബി ഈക്വൽ ടു G3/2 ഓഫ് z എങ്ങനെ എഴുതുന്നത്? z ഡിവൈഡഡ് ബൈ ലാംഡ ക്യൂബ്. ഓക്കെ. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ആൻഡ് നമുക്ക് ഐൻസ്റ്റീൻ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ നമുക്കറിയായിരുന്നു. അതായത് G mu ഓഫ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ വരുന്നത് z പ്ലസ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 raised to mu പ്ലസ് z ക്യൂബ് ഡിവൈഡഡ് ബൈ 3 raised to mu പ്ലസ് എക്സെട്ര. ഈ രീതിയിലാണ് എന്ത് വരുന്നത്? ഐൻസ്റ്റീൻ ഫംഗ്ഷൻസിന്റെ എക്സ്പാൻഷൻ വരുന്നത്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. This is G3/2 of z. So this will be equal to z plus z square divided by 2 raised to 3/2 plus z cube divided by 3 raised to 3/2 plus etc. Okay. So this will be എന്താണ്? ഇതാണ് നമുക്ക് കിട്ടുന്ന n by v. നമുക്ക് ആക്ച്വലി ലാംഡ ക്യൂബിനെ പുറത്ത് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n by v into ലാംഡ ക്യൂബ് ആണ് നമുക്ക് കിട്ടുക. This is G3/2 of z. ഇതാണ് എന്ത് കിട്ടുക? G3/2 of z കിട്ടുക. ഓക്കെ. n by v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ആണ്, നമ്പർ പെർ യൂണിറ്റ് വോളിയം ആണ്. അതിന് നമുക്ക് സ്മോൾ n കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സോ സ്മോൾ n into ലാംഡ ക്യൂബ് will be equal to z plus z square divided by 2 raised to 3/2 plus z cube divided by 3 raised to 3/2 plus etc. Okay. So ഇതാണ് നമുക്ക് കിട്ടുന്ന n ലാംഡ ക്യൂബിന്റെ ഇക്വേഷൻ. ഓക്കെ. നമ്മൾ ഈ ഇക്വേഷൻ എന്താ ചെയ്യുക? നമ്മൾ ഈ ഇക്വേഷനെ ഇൻവേർട്ട് ചെയ്യുക. ഓക്കെ. ഇക്വേഷൻ നമ്പർ 14 ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ 15. നമ്മൾ ഈ ഇക്വേഷൻ 15 എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യുക മീൻസ് നമ്മളിപ്പോ ഈ ഇക്വേഷൻ എടുക്കുന്നത് n ലാംഡ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു പവർ സീരീസ് ഓഫ് z ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. z സ്ക്വയർ z ക്യൂബ് അങ്ങനെ ഒരു പവർ സീരീസ് ഓഫ് z ആയിട്ടാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ദിസ് ഇക്വേഷൻ ഈസ് n ലാംഡ ക്യൂബ് ഇൻ ടേംസ് ഓഫ് z ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. നമുക്ക് ഈ ഇക്വേഷൻ ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് z ഈസ് ഈക്വൽ ടു z ഓഫ് n ലാംഡ ക്യൂബ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അതായത് z ഈസ് ഈക്വൽ ടു n ലാംഡ ക്യൂബിന്റെ ഒരു പവർ സീരീസ് ആയിട്ട് നമുക്ക് കിട്ടും. n ലാംഡ ക്യൂബ് പ്ലസ് n ലാംഡ ക്യൂബ് സ്ക്വയർ ബൈ 2 ഫാക്ടറിയൽ അങ്ങനെ കിട്ടുന്ന ഒരു എന്ത് കിട്ടണം? ഒരു പവർ സീരീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ 15 നമുക്കൊന്ന് മാറ്റണം. ഓക്കെ. അതായത് വി നീഡ് ടു ഇൻവേർട്ട് ദിസ് ഇക്വേഷൻ. ഇക്വേഷൻ 15 എന്ത് ചെയ്യുക? ഒന്ന് ഇൻവേർട്ട് ഇക്വേഷൻ 15 എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യുക മീൻസ് ഈ ഫോമിലേക്ക് മാറ്റുക. z ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലാക്കി മാറ്റുക ആൻഡ് പവർ സീരീസ് ഓഫ് n ലാംഡ ക്യൂബ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ.
ആക്ച്വലി ആ സ്റ്റെപ്പിന്റെ വലിയ ആവശ്യമില്ല, മീൻസ് എന്താ പറയാ ആ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ഉണ്ട്, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് ആ സ്റ്റെപ്സും വെച്ച് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അതിനെ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളതിന്റെ സ്റ്റെപ്സ് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് ദിസ് ഈസ് ഇൻവേർഷൻ ഓഫ് എ സീരീസ്. ഇൻവേർഷൻ ഓഫ് എ സീരീസ്, എങ്ങനെ നമുക്ക് ഒരു സീരീസിനെ ഇൻവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറയുന്നുള്ളൂ. ഓക്കെ, സോ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് വിചാരിക്കുക, y is equal to a1x plus a2x square plus a3x cube എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതുപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് വിചാരിക്കാം. നമുക്ക് ഇതിനെ ഇൻവേർട്ട് ചെയ്യണം. ഇൻവേർട്ട് ചെയ്യാൻ മീൻസ് x is equal to y-ന്റെ പവർ സീരീസ് ആക്കി മാറ്റണം. ഇതിപ്പോ y is equal to x-ന്റെ പവർ സീരീസ് ആണ്. ഓക്കെ, നമുക്ക് ഇൻവേർട്ട് ചെയ്യാൻ മീൻസ് x is equal to y-ന്റെ പവർ സീരീസ് ആയിട്ട് എഴുതണം. ദാറ്റ് ഈസ് x is equal to a1y plus a2y square plus എന്ത് ചെയ്യണം നമുക്ക് കിട്ടണം. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് y is equal to എന്ത് എഴുതാം, a1x, x-ന് പകരം കൊടുക്കുക, ഇക്വേഷൻ കൊടുക്കുക, a1y plus a2y square plus etc plus a2 into x square പറയുമ്പോൾ ഇക്വേഷൻ സ്ക്വയർ ചെയ്തത്. ഓക്കെ, ഇക്വേഷൻ സ്ക്വയർ ചെയ്തത് കൊടുക്കുക പ്ലസ് എക്സെട്ര ഓരോ ടേംസ് വരും. ഓക്കെ, നമുക്ക് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യാം, y-യുടെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, y-യുടെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാം. y-യുടെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ മീൻസ് ഇപ്പോൾ ഇവിടെ y-യുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ 1 വന്നു, റൈറ്റ് സൈഡിൽ y-യുടെ കോഎഫിഷ്യൻസ് വരിക, ഈ ടേമിൽ ഒരു a1y വരും അല്ലെ, a1y വരും. പിന്നെ ഒക്കെ വരുന്നത് y സ്ക്വയർ y ക്യൂബ് അങ്ങനെയാണ് പോവുക. പിന്നെ സെക്കൻഡ് ടേം കൺസിഡർ ചെയ്യണം, ഇവിടെ ഹോൾ സ്ക്വയറിൽ കാരണം ഫസ്റ്റ് ടേമിന് y സ്ക്വയർ ആവും, പിന്നെ y റൈസ് ടു 4 ആവും, അങ്ങനെയാണ് പോവുക. സോ y വരുന്ന ടേം ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, സ്മോൾ a1 ഇൻറ്റു ക്യാപിറ്റൽ a1 ആണ്. സോ രണ്ട് ഭാഗത്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 കിട്ടി, റൈറ്റ് സൈഡിൽ a1 കിട്ടി. ഓക്കെ, സോ ക്യാപിറ്റൽ a1 ഈസ് ഈക്വൽ ടു 1/a1 എന്ന് പറഞ്ഞിട്ട് എഴുതി. അതേപോലെ y സ്ക്വയറിന് രണ്ട് ഭാഗത്തും കമ്പയർ ചെയ്യുക. y സ്ക്വയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും, ഇവിടെ y സ്ക്വയർ ഇല്ല, അപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് എന്നായി പോകും, 0 ആയിട്ട് പോകും. റൈറ്റ് സൈഡിൽ y സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഫസ്റ്റ് y സ്ക്വയർ ഇവിടെ ഉണ്ട്, സോ അതിന്റെ കോഎഫിഷ്യന്റ് a1 a2, സോ ഫസ്റ്റ് ടേം a1 a2 ആണ്. ബാക്കി വരുന്നത് പിന്നെ y ക്യൂബ് അങ്ങനെ പോവുകയാണ് ചെയ്യുക, സോ അതിലൊന്നും y സ്ക്വയർ വരില്ല. ഈ ടേമിൽ y സ്ക്വയർ എവിടെയാണ് വരിക, ഫസ്റ്റ് ടേം വരും അല്ലെ, കാരണം ഇത് ഹോൾ സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് ടേം വന്നിട്ട് പോകും y സ്ക്വയർ ആയിട്ടാണ് വരിക. ഓക്കെ, സോ അതിന്റെ കോഎഫിഷ്യന്റ് a2 a1 വരും. ഓക്കെ, a2 a1 സ്ക്വയറിലെ കാരണം a2 a1 സ്ക്വയർ. ഓക്കെ, സോ a2 a1 സ്ക്വയർ. സോ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ കിട്ടും a2 is equal to minus a21 a2 divided by a1 cube. ഓക്കെ, സിമിലർലി രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക, a ക്യൂബിന്റെ y ക്യൂബിന്റെ ഇക്വേഷൻസ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, a3 കിട്ടും. ഓക്കെ, ഈ സ്റ്റെപ്സ് നോക്കണമെന്നില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നമുക്ക് a3 ഒബ്റ്റെയിൻ ചെയ്യാം, a4 ഒബ്റ്റെയിൻ ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എല്ലാ കോഎഫിഷ്യൻസും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എക്സിനെ ഇൻ ടേംസ് ഓഫ് y ആയിട്ട് എഴുതണം. എക്സിനെ ഇൻ ടേംസ് ഓഫ് y ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഈ ക്യാപിറ്റൽ a1 ക്യാപിറ്റൽ a2 എന്ന് പറയുന്ന കോഎഫിഷ്യൻസ് കിട്ടണം. ആ കോഎഫിഷ്യൻ നമുക്ക് എന്ത് കിട്ടി, നമുക്കിപ്പോ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്തു, നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മളെ ഇക്വേഷന്റെ ഫോം എന്താണ്, നമ്മളെ ഇക്വേഷന്റെ ഫോം n lambda cube is equal to z plus z square by 2 raised 3/2, അതാണ് നമ്മളെ ഇക്വേഷൻ കിടക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n lambda cube ആണ് അല്ലെ. നോക്കൂ, നമ്മളെ ഇതായിരുന്നു y ന്റെ ഇക്വേഷൻ വന്നിരുന്നത്. ഓക്കെ, ഈ ഇക്വേഷനായിട്ട് നമ്മളെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n lambda cube ആണ്, നമ്മുടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, z ആണ്. ഓക്കെ, z ആണ്. ഓക്കെ, നമ്മളെ സ്മോൾ a1 ക്യാപിറ്റൽ a1 സ്മോൾ a1 a2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം, കാരണം y is equal to a1x plus a2x square അങ്ങനെയാണ് പോയിരുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ് കിടക്കുന്നത്. a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ന്റെ കൂടെയുള്ള അല്ലെങ്കിൽ x ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ്, ഇവിടെ x ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് 1 ആണ്, സോ 1 എഴുതി. ഓക്കെ, a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z സ്ക്വയറിന്റെ കൂടെ അല്ലെങ്കിൽ x സ്ക്വയറിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ്, ആ കോഎഫിഷ്യന്റ് 1/2 raised to 3/2 എങ്ങനെ എഴുതാം, 1/2 root 2 കണ്ട് എഴുതാം. ഓക്കെ, അപ്പോൾ a3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് z ക്യൂബിന്റെ അല്ലെങ്കിൽ x ക്യൂബിന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ആണ്, അത് നമുക്ക് എന്ത് എഴുതാം, 1/3 raised to 3/2, അതായത് 3 root 3, 3 into 1 3 raised to 1/3 കഴിഞ്ഞിട്ടും 3 raised to 3/2 കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, സ്മോൾ a1 a2 a3 a4 കിട്ടി. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്മോൾ a1 a2 a3 ഒക്കെ ഇക്വേഷനിൽ കൊണ്ടിട്ട് കൊടുക്കുക. ക്യാപിറ്റൽ a1 ക്യാപിറ്റൽ a2 ക്യാപിറ്റൽ a3 ക്യാപിറ്റൽ a4 ന്റെ എന്ത് ചെയ്യാം, ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ക്യാപിറ്റൽ a1 a2 a3 a4 നമുക്ക് കിട്ടും. സോ a1 കിട്ടി, a2 കിട്ടി, a3 കിട്ടി, a4 കിട്ടി. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, z is equal to എഴുതാം, z is equal to നമ്മൾ n lambda ക്യൂബിന്റെ ടേംസിലാണ് എഴുതുന്നത്. സോ ഫസ്റ്റ് ടേം n lambda ക്യൂബ് ആണ്. സോ അതായത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് ഇക്വേഷനേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ x is equal to ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മളെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ആണ്, നമ്മളെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, n lambda ക്യൂബ് ആണ്.
ഇതിലുള്ള ഈ ക്യാപിറ്റൽ A1 ക്യാപിറ്റൽ A2 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഫസ്റ്റ് ടേം എന്താ വരിക? ഫസ്റ്റ് ടേം x is equal to z is equal to a1 y ആണ്. y എന്ന് പറഞ്ഞാൽ n ലാംഡ ക്യൂബ് ആണ്. a1 ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് നമുക്ക് 1 ആണ് കിട്ടിയത്. 1 ആണ്. സോ ഫസ്റ്റ് ടേം എന്തായിട്ട് പോയി? 1 by n ലാംഡ ക്യൂബ് മാത്രമായി. ഓക്കെ. സെക്കൻഡ് ടേം is a2 y square. a2 y square y square പറഞ്ഞു കഴിഞ്ഞാൽ n ലാംഡ ക്യൂബ് ഹോൾ സ്ക്വയർ ആണ്. a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തിരുന്നത് എന്താണ്? 1 by 2 root 2 ആണ്. ഓക്കെ. 1 by 2 root 2 വരും. സോ എന്ത് ചെയ്യാം? അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a2 മൈനസ് 1 by root 2 സോറി a2 പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 by 2 root 2 ആണ്. സോ എന്ത് ചെയ്യാം? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1 by 2 root 2 n ലാംഡ ക്യൂബ് സ്ക്വയർ കിട്ടി. സിമിലർലി ക്യാപിറ്റൽ A3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ A4 വാല്യൂ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. ക്യാപിറ്റൽ A1 A2 A3 കിട്ടി. സോ ദിസ് ഇക്വേഷൻ ഈസ് ഇൻവേർട്ടഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മളെ ഇൻവേർട്ടഡ് ഇക്വേഷൻ. ഇതാണ് നമ്മൾ എന്ത് ഇൻവേർട്ടഡ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ z ഇൻ ടേംസ് ഓഫ് n ലാംഡ ക്യൂബ് ആയി. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ n ലാംഡ ക്യൂബ് ഇൻ ടേംസ് ഓഫ് z ആയിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ എന്തായിട്ട് മാറി? അത് മാറിയിട്ട് ഇപ്പോൾ z ഇൻ ടേംസ് ഓഫ് n ലാംഡ ക്യൂബ് ആയിട്ട് മാറി. അതായത് n ലാംഡ ക്യൂബിന്റെ ഒരു പവർ സീരീസ് ആയിട്ട് എന്ത് ഒപ്റ്റെയിൻ ചെയ്തു? നമുക്ക് z ഒപ്റ്റെയിൻ ചെയ്തു. ഓക്കെ. നൗ ഈ ഇക്വേഷൻ നമ്മൾ മുന്നേ ഡിറൈവ് ചെയ്തതാണ്. p/kt is equal to 1 by lambda cube into g 5/2 of z. എനിക്ക് തോന്നുന്നു അത് ഇക്വേഷൻ നമ്പർ 13 ആണെന്ന് തോന്നുന്നു. ഇക്വേഷൻ നമ്പർ 13 ആണെന്ന് തോന്നുന്നു. അതെ, ഇതാ ഇക്വേഷൻ നമ്പർ 13. p/kt is equal to g 5/2 of z lambda cube. ഓക്കെ. സോ ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്തു. ഓക്കെ. ആ ഇക്വേഷൻ കൊടുത്തു. p/kt is equal to g 5/2 of z divided by lambda cube. ഓക്കെ. ഞാൻ 1 by lambda cube അവിടെ തന്നെ നിർത്തി. g 5/2 of z നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. g mu of z ന്റെ എക്സ്പാൻഷൻ വരുന്നത് z plus z square by 2 raised to mu plus z cube divided by 3 raised to mu plus etc. അതാണ് g mu of z ന്റെ എക്സ്പാൻഷൻ വരുന്നത്. സോ ഇവിടെ മ്യൂവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? നമ്മൾ 5/2 കൊടുത്തു. സോ z plus z square by 2 raised to 5/2 plus z cube by 3 raised to 5/2 plus etc. പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ചെയ്തു, നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ. z ഉം z സ്ക്വയറും z ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. z ന്റെ വാല്യൂ ഇപ്പോൾ z ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ സീരീസ് ആയിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. സോ z ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1 by lambda cube into ഫസ്റ്റ് z ന്റെ വാല്യൂ എന്ത് ചെയ്തു? ഫസ്റ്റ് z ന്റെ വാല്യൂ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n lambda cube minus 1 by 2 root 2 n lambda cube square എന്ത് ചെയ്തു? ആ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. പ്ലസ് സെക്കൻഡ് ടേം എന്താണ്? z square by 2 raised to 5/2 ആണ്. ഓക്കെ. നൗ z square divided by 2 raised to 5/2 ആണ്. സോ എന്ത് ചെയ്യാം? z ന്റെ വാല്യൂ നമുക്കറിയാം. എന്ത് ചെയ്യാം? അതിനെ സ്ക്വയർ ചെയ്യാം. ഓക്കെ. എന്ത് ചെയ്തു? അതിനെ സ്ക്വയർ ചെയ്തു. ഓക്കെ. 2 raised to 5/2 അതിനെ സ്ക്വയർ ചെയ്തു. പിന്നെ ഇവിടെ കിടക്കുന്നത് ഓക്കെ എന്ത് ചെയ്തു? ഈ z ന്റെ വാല്യൂനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്ക്വയർ ചെയ്തു, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 raised to 5/2 നമ്മൾ എങ്ങനെ എഴുതി? 1/4 root 2 ആയിട്ട് എഴുതി. ഓക്കെ. 1/4 root 2 എഴുതി. കാരണം 2 square plus 1 പറഞ്ഞു കഴിഞ്ഞാൽ 5/2 ആണ്. ഓക്കെ. തേർഡ് ടേം z ക്യൂബ് ആണ്. അഗെയിൻ ഇതാണ് നമ്മളെ z ന്റെ വാല്യൂ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ z ന്റെ വാല്യൂ ഉള്ളത്. എന്ത് ചെയ്യുക? അതിനെ ക്യൂബ് എടുക്കുക, അതിന്റെ ക്യൂബ് എടുക്കുക. പിന്നെ 3 raised to 5/2 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? 1/9 into root 3 ആക്കി മാറ്റി. ഓക്കെ. അപ്പോൾ നമ്മൾ z ന്റെയും z സ്ക്വയറിന്റെയും z ക്യൂബിന്റെയും എന്ത് ചെയ്തു? വാല്യൂസ് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. z ഇൻ ടേംസ് ഓഫ് n ലാംഡ ക്യൂബിന് എന്ത് ചെയ്തു? ഇക്വേഷൻസിന്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ. ഓൺ സോൾവിങ് അതിനൊന്ന് സോൾവ് ചെയ്തെടുക്കുക. നിങ്ങൾ എക്സാമിന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ഇല്ല. ആക്ച്വലി ജസ്റ്റ് എന്താ പറയാ, z നെ ഇൻവേർട്ട് ചെയ്യുന്ന എഴുതിയിട്ട് ലാസ്റ്റ് റിസൾട്ട് വന്നാൽ മതി. പക്ഷെ അതിന്റെ ജസ്റ്റ് സ്റ്റെപ്സ് കാണിച്ചു തന്നുള്ളൂ. ഓക്കെ. പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഇക്വേഷൻ ആയാലും പ്രശ്നമില്ല. ഓക്കെ. നമ്മളെന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം n ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ ഒരുമിച്ചെടുത്തു. ഓക്കെ. n ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യൻസ് ഒരുമിച്ചെടുത്തു. സോ n ലാംഡ ക്യൂബ് വരുന്നത് ഈ ഫസ്റ്റ് ടേമിൽ മാത്രമേ വരുള്ളൂ. കാരണം ഇവിടെ n ലാംഡ ക്യൂബ് ഉണ്ട്, പിന്നെ വരുന്നത് സ്ക്വയർ ക്യൂബ് അങ്ങനെയാണ് പോകുന്നത്. സെക്കൻഡ് ടേം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോൾ സ്ക്വയർ ആണ്. സോ ഇതെന്തായാലും ഫസ്റ്റ് ടേം തന്നെ സ്ക്വയർ ആയിട്ട് പോകും, പിന്നെ 4 ആവും 6 ആവും അങ്ങനെ പോകും. സോ n ലാംഡ ക്യൂബിന്റെ കോഎഫിഷ്യന്റ് എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഓക്കെ. നമ്മൾ n ലാംഡ ക്യൂബ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഒരുമിച്ചെടുക്കുക. സോ n ലാംഡ ക്യൂബ് സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഫസ്റ്റ് കോഎഫിഷ്യന്റ് എന്താ വരിക? 1/2 root 2 ഉണ്ട്. ഓക്കെ. ഒരു 1/2 root 2 ഉണ്ട്. 1/2 root 2 ഉണ്ട്. പിന്നെ വരെ n ലാംഡ ക്യൂബ് സ്ക്വയർ വരുന്ന ആൾ ഇയാളാണ്. ഓക്കെ. കാരണം ഇവിടെ ഹോൾ സ്ക്വയർ ഉണ്ട്. സോ ഫസ്റ്റ് ടേമിൽ n ലാംഡ ക്യൂബ് ഹോൾ സ്ക്വയർ വരും. അതിന്റെ കോഎഫിഷ്യന്റ് വരിക 1/4 root 2 ആണ്. ഓക്കെ. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്താൽ 1/4 root 2 minus 1/2 root 2. കാരണം ഇവിടെ മൈനസ് ഉണ്ട്. ഓക്കെ.
നൗ എൻ ലാംഡ ക്യൂബിന്റെ എടുത്തു കഴിഞ്ഞാൽ എൻ ലാംഡ ക്യൂബ് ഹോൾ ക്യൂബിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് വരുന്നത് ഇതാണ് ഫസ്റ്റത്തെ കോഎഫിഷ്യന്റ് വരുന്നത്. രണ്ടാമത്തെ കോഎഫിഷ്യന്റ് വരിക രണ്ടാമത്തെ കോഎഫിഷ്യന്റ് വരിക ഇതാണ് എൻ ലാംഡ ക്യൂബ് ഹോൾ ക്യൂബ് ആണ് വരുന്നത്. ഓക്കെ, എൻ ലാംഡ ക്യൂബ് ഹോൾ ക്യൂബ് വരുമ്പോൾ ഈ ടേം വരും അല്ലേ. ഓക്കെ, സോ ഈ ടേം വരും എൻ ലാംഡ ക്യൂബ് ഹോൾ ക്യൂബിന്റെ കോഎഫിഷ്യന്റ്. സോ 1/9/3 കിട്ടി. ഓക്കെ, നൗ എന്ത് ചെയ്യുക, അതിനെ ജസ്റ്റ് സോൾവ് ചെയ്തെടുക്കുക. ഓക്കെ, സോൾവ് ചെയ്തെടുക്കുക. സോ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് ഒന്നും അത് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് കോപ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഴുതാം. ഓൺ സോൾവിങ് ലാസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും P/kTയുടെ ഇക്വേഷൻ ഇത് കിട്ടും. ഓക്കെ, P/kTയുടെ ഇക്വേഷൻ. ഓക്കെ, നമ്മൾ എവിടെ P/kTയുടെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയണ്ടായിരുന്നു. നമ്മൾ ഇതിനെ സോൾവ് ചെയ്തെടുക്കാം. നമ്മൾ ഇത് കോഎഫിഷ്യൻസ് നമ്മൾ ഒരുമിച്ച് എഴുതി നമ്മൾ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ V/n-നായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഒരു ക്യാപിറ്റൽ V/n-നായിട്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, V/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്മോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ N/V ആണ്. സോ V/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, V/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/n ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ V/n കൊടുത്തു, റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുത്തു, 1/n കൊടുത്തു. കാരണം 1/n പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, V/n തന്നെയാണ്. സോ റൈറ്റ് സൈഡിൽ നമ്മൾ 1/n കൊടുത്തു, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ V/n ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, നൗ ഓൺ സോൾവിങ് നമുക്ക് എന്ത് കിട്ടും, PV/NKT is equal to summation L is equal to 1 to infinity AL n lambda cube whole raised to L minus 1. Okay, now this equation is very important. Okay, this equation വളരെ important ആണ്. Now this equation be equation number നമുക്ക് 16 കൊടുക്കാം. Okay, നമ്മൾ equation കൊടുക്കാം, equation number 16 കൊടുക്കാം, 13 അല്ല 17. Okay, now this equation കൊടുക്കാം, equation number 16 കൊടുക്കാം. Okay, ഇതാണ് നമുക്ക് കിട്ടുന്ന equation of state. ഐഡിയൽ ബോസ് ഗ്യാസിന്റെ equation of state ആണ് എന്ത് ചെയ്തത്, നമ്മളിപ്പോൾ obtain ചെയ്തത്. Okay, so PV/NKT is equal to summation over L is equal to 1 to n AL n lambda cube L minus 1. ഇതിൽ AL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരിയൽ കോഎഫിഷ്യൻസ് ആണ്. വീരിയൽ കോഎഫിഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടേംസ്. അപ്പോൾ ആദ്യത്തെ ടേമിലാണെങ്കിൽ 1 വരും, രണ്ടാമത്തേലാണെങ്കിൽ -1/4√2 കിട്ടും, മൂന്നാമത്തേലാണെങ്കിൽ 1/8 -2/9√3 കിട്ടും. അങ്ങനെ ഓരോ ടേംസിൽ ഓരോന്ന് വരും. ഓക്കെ, സോ അതാണ് എന്ത് വരിക, VL കോഎഫിഷ്യൻസ് വരിക. ഇതിന് വേണമെങ്കിൽ ഒന്ന് കൊണ്ട് നമുക്ക് മാറ്റി എഴുതാവുന്നതേ ഉള്ളൂ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, n എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/v ആണ് അല്ലെ. കാരണം ഇതിനെ തിരിച്ചെഴുതി വിചാരിക്കാം, ഇതിനെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ n is equal to നമുക്ക് എന്ത് കിട്ടും, n/v കിട്ടും. അതായത് നമുക്കൊരു സ്മോൾ v നമ്മൾ എടുക്കുക, സ്മോൾ v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം പെർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണെന്ന് വിചാരിക്കാം. സോ ഇതിനെ തിരിച്ചിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് സ്മോൾ n is equal to 1/small v ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, സോ അതാണ് ഇവിടെ എന്ത് കൊടുത്തുള്ളത്, ഈ സ്മോൾ n പകരം നമുക്ക് എന്ത് കൊടുത്തുള്ളത്, 1/small v ആയിട്ട് കൊടുത്തുള്ളത്. ഇങ്ങനെ വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഇക്വേഷൻ ആണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്, ഇക്വേഷൻ ഫിക്സ് ചെയ്യാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യാറ്, നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, സോ ഇതിൽ AL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരിയൽ കോഎഫിഷ്യൻസ് ആണ്. ആ കോഎഫിഷ്യൻസിന്റെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി A1 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. അതായത് ഈ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അതായത് നിങ്ങൾ നേരത്തെ നമ്മൾ ആ ഇൻവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയില്ല, ആ ഇക്വേഷനിൽ നിന്ന് നേരെ ഇവിടേക്ക് ചാടിയാൽ മതി. ആക്ച്വലി ഇൻവേർട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റെപ്സ് എഴുതണമെന്നില്ല, ഇൻവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ മതി, ലാസ്റ്റ് ഇക്വേഷൻ കിട്ടിയാൽ മതി. ഓക്കെ, ഇക്വേഷൻ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം. ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് കിട്ടുന്നത്, വീരിയൽ കോഎഫിഷ്യൻസ് കിട്ടുന്നത്. സോ ഈ വീരിയൽ കോഎഫിഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും, A2 പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും. ഓക്കെ, അതാണ് A1 A2 A3 വരുന്നത്. അതിന്റെ വാല്യൂസ് 0.17678, A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.00330. ഇങ്ങനെയാണ് എന്ത് വരിക, വീരിയൽ കോഎഫിഷ്യൻസിന്റെ വാല്യൂസ് വരിക. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഐഡിയൽ ബോസ് ഗ്യാസിന്റെ എന്താ പറയുക, നമ്മൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ PV/NKT is equal to summation over L is equal to 1 to infinity AL n lambda cube raised to L minus 1. ഓക്കെ, ഇവിടെ L ന്റെ വാല്യൂ 1 to infinity ആണ്. A1 A2 A3 അങ്ങനെ വീരിയൽ കോഎഫിഷ്യൻസ് ഓരോന്ന് വരുന്നുണ്ടല്ലോ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ഓരോ ടേംസ് ആയിട്ട് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, നൗ നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്റേണൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ ഇക്വേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ്. സോ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ്. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ആണ് ഈ ഐഡിയൽ ബോസ് ഗ്യാസിലെ തെർമോഡൈനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. സ്പെസിഫിക് ഹീറ്റ് ഇടക്കിടക്ക്
എക്സാംസിന് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ സ്പെസിഫിക് ഹീറ്റ് ആക്ച്വലി നമുക്ക് അറിയാവുന്നതാണ്. സ്പെസിഫിക് ഹീറ്റ് കണ്ടുപിടിക്കാൻ സ്പെസിഫിക് ഹീറ്റ് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അല്ലെ. ഡോ യു ബൈ ഡോ ടി ആണ് എന്ത് കൊടുക്കാറ്, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കൊടുക്കാറ് അറ്റ് കോൺസ്റ്റന്റ് എൻ എൻ വി. കോൺസ്റ്റന്റ് എൻ എൻ വിയിൽ നമ്മൾ എന്ത് ചെയ്യും, സി വി ഡോ യു ബൈ ഡോ ടി ആണ് കണ്ടുപിടിക്കാറ്. സോ സി വി ബൈ എൻ കെ എന്തായിരിക്കും, സി വി ബൈ എൻ കെ വിൽ ബി ഈക്വൽ ടു 1 ബൈ എൻ കെ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി 1 ബൈ എൻ കെ കിട്ടും. ഓക്കെ, നൗ യുവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. യു നമ്മൾ കണ്ടുപിടിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. യു ഇസ് ഈക്വൽ ടു 3/2 പി വി ആണ്. ഓക്കെ, സോ ഈ യുക്ക് പകരം എന്ത് ചെയ്യാം, ഈ 3/2 പി വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ബൈ എൻ കെ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് 3/2 പി വി. ഓക്കെ, ഡോ ബൈ ഡോ ടി ഓഫ് 3/2 പി വി. നൗ ഇൻ കോൺസ്റ്റന്റ് എന്നിലും വിയിലും ആണ് നമ്മൾ എന്ത് ചെയ്യുക, സി വി കണ്ടുപിടിക്കുക. സോ വി കോൺസ്റ്റന്റ് ആണ്, 3/2 കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് അതിനെ പുറത്ത് എടുക്കാം. സോ therefore സി വി ഡിവൈഡഡ് ബൈ എൻ കെ, സി വി ഡിവൈഡഡ് ബൈ എൻ കെ വിൽ ബി ഈക്വൽ ടു, സി വി ഡിവൈഡഡ് ബൈ എൻ കെ വിൽ ബി ഈക്വൽ ടു ആക്ച്വലി അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ. അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ എൻ കെനെ ഉള്ളിൽ കൊടുക്കാം. ഓക്കെ, നമുക്ക് എൻ കെനെ ഉള്ളിൽ കൊടുക്കാം. ഈ 3/2 മാത്രം നമുക്ക് പുറത്ത് കൊടുക്കാം. ഓക്കെ, 3/2 മാത്രം പുറത്ത് കൊടുക്കാം, എൻ കെനെ നമുക്ക് ഉള്ളിൽ കൊടുക്കാം. സോ നമുക്ക് കിട്ടും 3/2 ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് പി വി ബൈ എൻ കെ. ഡോ ബൈ ഡോ ടി ഓഫ് പി വി ബൈ എൻ കെ. ഓക്കെ, പി വി ബൈ എൻ കെ ടി നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. പി വി ബൈ എൻ കെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എൽ ഈസ് ഈക്വൽ ടു 1 to infinity a n ലാംഡ ക്യൂബ് n അല്ലെങ്കിൽ n ലാംഡ ക്യൂബ് ഡിവൈഡഡ് ബൈ വി ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം, ഇക്വേഷൻ എടുക്കാം. സോ പി വി ബൈ എൻ കെ ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ L is equal to 1 to infinity V real coefficient into lambda cube divided by small v. Lambda cube divided by small v raised to L minus 1. Okay, raised to L minus 1 കൊടുക്കുക. Okay, now the PV by NKT ആണ്. Okay, നമുക്ക് ഇവിടെ PV by NK മാത്രമേ ഉള്ളൂ. So PV by NK എഴുതുമ്പോൾ എന്ത് വരും, PV by NK എഴുതുമ്പോൾ എന്ത് വരും, T into ഈ ടേം വരും. T into ആ ടേം വരും. So which will be equal to 3/2 into dou by dou T of P by NK വരുന്നത് T into summation L is equal to 1 to infinity AL lambda cube divided by small v raised to L minus 1. Okay, so ഇതാണ് നമുക്ക് കിട്ടുന്ന എന്ത് PV by NK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും. സോ therefore CV by NK. Okay, therefore CV by NK will be equal to 3/2 constant ആണ് നമ്മൾ പുറത്ത് എടുത്തു. will be equal to first term into derivative of second. So first term into derivative of second എന്ന് പറയുമ്പോൾ എന്തിനും ഇതിലെ സമ്മേഷൻ വന്നു, summation L is equal to 1 to infinity വന്നു. AL കോൺസ്റ്റന്റ് ആണ്. 1 by v യും കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഇത്ര കോൺസ്റ്റന്റ് വിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ 1 by small v ആണ്, 1 by small v raised to L minus 1 കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് മാത്രമാണ്, ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ ക്യൂബ് റേസ് ടു L minus 1. ഇതിനാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം 1 by v കോൺസ്റ്റന്റ്, 1 by raised to L minus 1 കോൺസ്റ്റന്റ് ആണ്, പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു summation equal to infinity L into lambda cube divided by v raised to L minus 1 into derivative first term t ആണ്, ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, നൗ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡോ ബൈ ഡോട്ടി നമുക്കൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഡോ ബൈ ഡോട്ടി നമുക്ക് മാറ്റാം. ഡോ ബൈ ഡോട്ടി ഈക്വൽ ഡോ ബൈ ഡോ ലാംഡ ഇൻറ്റു ഡോ ലാംഡ ബൈ ഡോട്ടി. ഓക്കെ, അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഡോ ബൈ ഡോ ലാംഡ ഇൻറ്റു ഡോ ലാംഡ ബൈ ഡോട്ടി ആയിട്ട് നമുക്ക് എഴുതാം. സോ ലാംഡയുടെ വാല്യൂ നമുക്കറിയാം. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. സോ ലാംഡ ഇസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2πm KT. ഓക്കെ, ഇതാണ് എന്ത് വരിക, ലാംഡയുടെ വാല്യൂ വരിക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു
dou by dou t of dou lambda by dou t. Okay, നമുക്ക് dou lambda by dou t നമുക്ക് പോലെ ചെയ്യാം. Okay, dou lambda by dou t. Dou lambda by dou t ചെയ്യുമ്പോൾ ഇതിൽ h by root of 2 pi mk കോൺസ്റ്റന്റ് ആണ്. So h by root of 2 pi mk കോൺസ്റ്റന്റ് ആണ് into dou by dou t of 1 by root t. Okay, so which will be equal to h by root of 2 pi mk കോൺസ്റ്റന്റ് ആണ്. Now root x ഇതിന് മുകളിൽ എടുക്കാം, അതാണ് ബെറ്റർ. So 1 by root ഇതിന് മുകളിൽ എടുക്കാം, minus 1 by 2 വരും. So t raised to x നെ ചെയ്ത് കഴിഞ്ഞാൽ minus x into t raised to minus x plus 1 ചെയ്യുമ്പോൾ t raised to 1 by 2 വരും അല്ലേ. t raised to 1 by 2 അല്ല plus 1 അല്ലേ, minus 1 അല്ലേ. Okay, x square minus 1, so minus 3 by 2 വരും അല്ലേ. t raised to minus 1 by 2 minus 1 വരും. Okay, so ഇത് നമുക്ക് എങ്ങനെ എഴുതാം? It will be equal to h by root 2 pi mk into ഒരു minus 1 by 2 ഉണ്ട്. Now t raised to minus 3 by 2 നമുക്ക് എങ്ങനെ എഴുതാം? root t into t. കുഴപ്പമില്ലല്ലോ, കാരണം t raised to 1 by 2 plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 by 2 നമുക്ക് കിട്ടും. ഓക്കെ, ഈ റൂട്ട് ടി നെ ഇതിനുള്ളിൽ എടുക്കാം. റൂട്ട് ടി നെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും minus 1 by 2 ഉണ്ട്. minus 1 by 2 into h by root of 2 pi mkt into 1 by t. Okay, into 1 by t. So എന്ത് കിട്ടി? So എന്ത് കിട്ടി? minus 1 by 2 into this is lambda അല്ലെ, this is lambda divided by t. Okay, so dou lambda by dou t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? minus 1 by 2 into lambda divided by t എന്ന് കിട്ടി. So it will be equal to minus 1 by 2 into lambda by t. Okay, so ഈ dou lambda by dou t ക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ minus 1 by 2 into lambda by t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Okay, so minus 1 by 2 കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്ത് എടുക്കാം. So it will be equal to minus 1 by 2 into dou by dou t of lambda by t. Okay, actually lambda കോൺസ്റ്റന്റ് ആണ്, നോക്കട്ടെ. dou by dou t of lambda by t. dou by dou t of lambda by t. correct അല്ലേ? Okay, അല്ല dou by dou t അല്ലല്ലോ, dou by dou lambda അല്ലേ, dou by dou lambda actually. So dou by dou lambda. So നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. So it will be equal to minus 1 by 2 into lambda by t into dou by dou lambda. Okay, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി എഴുതാം. So wherever we have dou by dou t എവിടെയൊക്കെ ഉണ്ടോ അതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? minus 1 by 2 into lambda by t is t lambda by t into dou by dou lambda എന്ന് ചെയ്യാം, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനിലുള്ള dou by dou t ക്ക് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. dou by dou t നെയാണ് dou by dou t നെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ട് എന്ത് കിട്ടിയത്? minus 1 by 2 into lambda by t dou by dou lambda കിട്ടിയത്. സോ ഈ dou by dou t ക്ക് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഈ സാധനം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? cv by nk is equal to cv by nk will be equal to നമുക്ക് ഈ 3 by 2 നമുക്ക് ഉള്ളിൽ കൊടുക്കാം. സോ 3 by 2 t into summation L is equal to 1 to infinity al 1 by v raised to L minus 1 into dou by dou t of lambda cube ആണ്. So dou by dou t പകരം ഇത് കൊടുത്തു. So minus 1 by 2 into lambda by t into dou by dou lambda of ഈ term. So that is lambda cube raised to L minus 1. Okay, plus ഈ term വന്നു, which is summation L is equal to 1 to infinity al lambda cube by v raised to L minus 1. Okay, so which will be equal to
which will be equal to നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഒന്ന് ഭംഗിയാക്കാം. എന്തൊക്കെ ഇതിൽ ക്യാൻസൽ ചെയ്ത് പോകും? ഫസ്റ്റ് ടേമിൽ ഒരു ന്യൂമറേറ്റർ ഒരു ടി എടുക്കുന്നുണ്ട് ആൻഡ് ഡിനോമിനേറ്റർ ഒരു ടി എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ടി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, 2 4 ആവും, ഇവിടെ മൈനസ് ഉണ്ട്. സോ ഈ ടേം നെഗറ്റീവ് ആയിട്ട് പോകും. സോ നമുക്ക് ഈ ടേം നമുക്ക് ഫസ്റ്റ് എഴുതാം. സോ summation L is equal to 1 to infinity, summation L is equal to 1 to infinity AL lambda cube divided by V raised to L minus 1 minus ഇവിടെ 3 ഉണ്ട്, 2 into 2 4 ആയി, so 3 by 4 പിന്നെ ഈ summation ടേം കൊടുക്കാം നമുക്ക്. summation L is equal to 1 to infinity AL into 1 by V raised to L minus 1. Now ബാക്കി എന്നുള്ള ഒരു ലാംഡ ഉണ്ട് പുറത്ത്, now ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ലാംഡ ക്യൂബ് raised to L minus 1. ഓക്കെ, സോ x raised to n പറഞ്ഞു കഴിഞ്ഞാൽ nx raised to n minus 1 ആണ്. സോ ഇവിടെ n1 L minus 1 ആണ്. സോ L minus 1 into ലാംഡ ക്യൂബ് raised to L minus 1 minus 1, that is L minus 2. Okay, L minus 1 L minus 1. Okay, so it will be equal to summation L is equal to 1 to infinity AL lambda cube by V raised to L minus 1 minus 3 by 4 into summation L is equal to 1 to infinity AL into 1 by V raised to L minus 1 into lambda L minus 1. Now lambda cube raised to L minus 2 നമുക്ക് എഴുതാൻ പറ്റും lambda 3L minus 6. Okay, now lambda 3L minus 2 minus 1 minus 1. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. സോ നമ്മൾ ലാംഡ ക്യൂബിനെ ഇവിടെ ഡോ ബൈ ഡോ ടി ഓഫ് ലാംഡ ക്യൂബ് റേസ് ടു L minus 1. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് റേസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n into x റേസ് ടു n minus 1. ഓക്കെ, മനസ്സിലായി. സോ ലാംഡ ക്യൂബ് റേസ് ടു L minus 1 ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ L minus 1 into ലാംഡ ക്യൂബ് റേസ് ടു L minus 2. ഓക്കെ, പക്ഷെ ഇവിടെ ലാംഡ ക്യൂബ് ആണ് എടുക്കുന്നത്. നമ്മൾ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എൻ എക്സ് റേസ് ടു n minus 1. ഇവിടെ എക്സ് സ്ക്വയർ റേസ് ടു n ആണെങ്കിൽ ചെയ്യണം, ആ എക്സ് സ്ക്വയറിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ ഈ ലാംഡ ക്യൂബിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ലാംഡ ക്യൂബിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വരും 3 ലാംഡ സ്ക്വയർ വരും. ഓക്കെ, 3 ലാംഡ സ്ക്വയർ വരും. സോ ഇൻറ്റു 3 ലാംഡ സ്ക്വയർ കൂടി വന്നു. ഓക്കെ, സോ ആ ഒരു ടേമും കൂടി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, കാരണം ഇവിടെ ലാംഡ ക്യൂബ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമ്മൾ ആദ്യം ലാംഡ ക്യൂബ് റേസ് ടു L minus 1, ആദ്യം ഈ L minus 1 ഡിഫറൻഷിയേറ്റ് ചെയ്തു, അത് L minus 1 into ലാംഡ ക്യൂബ് റേസ് ടു L minus 2 ആക്കി. പിന്നെ ലാംഡ ക്യൂബ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടി 3 ലാംഡ സ്ക്വയർ കിട്ടി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി equal to summation L is equal to 1 to infinity AL into lambda cube by V raised to L minus 1 minus 3 by 4 into summation L is equal to 1 to infinity AL into 1 by V raised to L minus 1. ഈ 3 നെ പുറത്ത് കൊടുത്തു, ഒരു ലാംഡ ഉണ്ട് അല്ലേ? സോ ലാംഡ ഇൻറ്റു 3 L minus 1. now lambda 3L minus 6 ഉണ്ട്, ഇവിടെ ലാംഡ സ്ക്വയർ ഉണ്ട്, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം ലാംഡ 3L minus 4 വരും. -6 + 2 എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. ഓക്കെ, now നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാംഡ L minus ഇവിടെ ലാംഡ ക്യൂബ് റേസ് ടു L minus 1 ഉണ്ട്. ഓക്കെ, ലാംഡ ക്യൂബ് റേസ് ടു L minus 1 ഉണ്ട്. ഇവിടെ നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് ലാംഡ റേസ് ടു 3L minus 4 ആണ് നമുക്കുള്ളത്. അതിന് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ലാംഡ റേസ് ടു 3L minus 3 minus 1. ഇങ്ങനെ നമുക്ക് കുഴപ്പമില്ലല്ലോ. which will be equal to lambda raised to 3 into L minus 1 into lambda raised to minus 1. Okay, so it will be equal to
lambda 3 into L minus 1 L minus 1 divided by lambda, which will be equal to lambda cube raised to L minus 1 divided by lambda. കുഴപ്പമില്ലല്ലോ, കാരണം a raised to b, x raised to a raised to b എന്ന് പറഞ്ഞാൽ x raised to ab ആണ്. സോ അത് കിട്ടും 3 raised to L minus 3 into L minus 1 എന്ന് കിട്ടും. ഈ lambda raised to minus 1 എന്നാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കും. സോ ഈ ടേമിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? lambda cube raised to L minus 1 divided by lambda ആയിട്ട് മാറും. Okay, now this lambda and this lambda get cancelled. ആ lambda get cancelled ആവും. സോ ബാക്കി എന്താ വരുന്നത്? ബാക്കി cv by nk, ബാക്കി വരുന്നത് cv by nk is equal to summation L is equal to 1 to infinity al into lambda cube raised to lambda cube divided by v raised to L minus 1 minus 3 by 4 into summation L is equal to 1 to infinity al into now നമുക്കിവിടെ ഉള്ളത് എന്താണ്? ഈ ടേം മാറിയിട്ട് ഇപ്പം എന്തായിട്ട് മാറി? lambda cube raised to L minus 1 divided by lambda ആയിട്ട് മാറി. ഈ lambda നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഇവിടെ lambda cube raised to L minus 1 ഉണ്ട്. ആ lambda cube ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തു. സോ കിട്ടി lambda cube divided by v raised to L minus 1, പിന്നെ ഉള്ളത് ഒരു 3 L minus 1 ഉണ്ട്. ഈ 3 L minus 1 കിട്ടി. Okay, now which can be written as ഈ ടേം രണ്ട് ഭാഗത്തും കോമൺ ആണ് അല്ലെ? ഈ സമ്മേഷൻ L is equal to 1 to infinity al into lambda cube y raised to L minus 1 ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, now രണ്ട് ഭാഗത്തും അത് കോമൺ ആണ്. ഇവിടെ 3/2 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സോ ഇവിടെ 3/2 കൂടി ഉണ്ട് അല്ലെ? കാരണം ഈ 3/2 നമ്മൾ ഉള്ളിൽ കൊടുക്കുമ്പോൾ ഈ ടേമിന്റെ കൂടി ഉണ്ട് 3/2. ഓക്കെ, സോ ഇവിടെ 3/2 ഉണ്ട്, ഇവിടെ ഒരു 3/2 ഉണ്ട്. ഓക്കെ, സോ ഇവിടെയും 3/2, ഇവിടെയും 3/2. ഓക്കെ, സോ ഈ ടേമിന്റെ കൂടെ വന്നു ഒരു 3/2 വന്നു. സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കോമൺ ആയിട്ട് 3/2 ഇൻറ്റു സമ്മേഷൻ L is equal to 1 to infinity al into lambda cube by v raised to L minus 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്ത് കൊടുത്തു. ബാക്കി എന്താ വരിക? ഇവിടെ 1 വരും, 1 മൈനസ് ഇവിടെ ബാക്കി എന്ത് വരും? ഇവിടെ 3/4 3/2 പുറത്ത് കൊടുത്തു, ബാക്കി ഒരു 1/2 ഉണ്ടാവും, പിന്നെ ഈ ടേം ഉണ്ടാവും അല്ലെ? സോ 3L minus 3 divided by 2 വരും. Okay, so which will be equal to 3/2 into summation L is equal to 1 to infinity al lambda cube divided by v raised to L minus 1 into now ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 minus 3L minus 3 കിട്ടും അല്ലെ? 2 minus 3L minus 3 കിട്ടും. സോ 2 minus 3L നോക്കാം, 2 minus 3L മൈനസ് മൈനസും കൂടി പ്ലസ് ആവും. സോ 3 കിട്ടും. സോ 3 കിട്ടും ഡിവൈഡഡ് ബൈ 2 കിട്ടും അല്ലെ? ഈ മൈനസും കൂടി പ്ലസ് ആയി, സോ പ്ലസ് 3 ആയിട്ട് മാറി. ഓക്കെ, സോ therefore cv by nk എന്ത് കിട്ടി? cv by nk is equal to 3/2 into summation L is equal to 1 to infinity al into lambda cube divided by v raised to L minus 1 into ഇവിടെ 2 plus 3 5 ആയിട്ട് പോയി, സോ 5 minus 3L divided by 2 കിട്ടി. 5 minus 3L divided by 2 കിട്ടി. Okay, so equation is important. So ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഇതാണ് നമുക്ക് കിട്ടുന്ന cv by nk. ലാസ്റ്റ് ഇക്വേഷൻ കൊടുത്തത് 17 ആണ് അല്ലേ? So this equation be equation number 18. Okay, this equation be equation number 18. Okay, equation 18. So നമുക്ക് ഇത് കിട്ടി. നമുക്ക് സ്പെസിഫിക് ഹീറ്റിന്റെ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? cv divided by nk is equal to 3/2 into summation L equal to 1 to infinity virial coefficient വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയതാണ്. virial coefficient al into lambda cube by v raised to L minus 1 പിന്നെ into 5 minus 3L divided by 2 കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഗ്രാഫും കൂടി ആക്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതായത് what happens if t tends to infinity ആയി കഴിഞ്ഞാൽ സംഭവിക്കും?
ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാംഡയുടെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ h പൈ റൂട്ട് ഓഫ് 2 പൈ എം കെ ടി ആണ്. ഓക്കെ, സോ ടി ഇൻഫിനിറ്റിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലാംഡ ടെൻസ് ടു 0 ആവും. ഓക്കെ, ലാംഡ ടെൻസ് ടു 0 ആവും. ഓക്കെ, സോ ലാംഡ ടെൻസ് ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ലാംഡ ടെൻസ് ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സി വി ബൈ എൻ കെ വിൽ ബി അപ്രോക്സിമേറ്റ്ലി വിൽ ബി ഈക്വൽ ടു എന്തായിട്ട് മാറും, 3/2 എൻ കെ ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും, 3/2 എൻ കെ. കാരണം ലാംഡയുടെ വാല്യൂ എന്തായിട്ട് പോകും, ലാംഡയുടെ വാല്യൂ 0 ആയിട്ടും. ലാംഡയുടെ വാല്യൂ 0 ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അതിലെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, നമുക്ക് സി വി ബൈ എൻ കെ നമുക്ക് കിട്ടും 3/2 എൻ കെ അല്ല 3/2 മാത്രം കിട്ടും. ഓക്കെ, 3/2 മാത്രം കിട്ടും. ഓക്കെ, 3/2 കിട്ടും. നൗ ഫോർ എനി അതർ വാല്യൂസ്, വേറെ ഏത് വാല്യൂസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടി ഇപ്പോൾ ഫോർ എനി ലാർജ് വാല്യൂസ്, ഫോർ എനി അതർ ലാർജ് വാല്യൂ ഓഫ് ടി, അതായത് ഇവിടെ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഫിനിറ്റി അല്ലാത്ത നമ്മൾ ലാർജ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ലാർജ് വാല്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സി വി ബൈ എൻ കെ എന്നായിട്ട് മാറും. ദെൻ സി വി ബൈ എൻ കെ വിൽ ബി ഗ്രേറ്റർ ദാൻ 3/2. 3/2നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടുക, സി വി ബൈ എൻ കെ കിട്ടുക. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ടി ടെൻസ് ടു 0 ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് പോകും, നമ്മളെ സ്പെസിഫിക് ഹീറ്റും 0 ആയിട്ട് പോകും. ഓക്കെ, ഓക്കെ, സോ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടെ നമുക്ക് സി വി ബൈ എൻ കെ കൊടുക്കാം, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ കൊടുക്കാം. സോ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുക, ഇങ്ങനെ കയറി ഒരു മാക്സിമം വാല്യൂ കിട്ടും. ദെൻ ഡിക്രീസ് ചെയ്തിട്ട് എന്ത് കിട്ടും, then it becomes constant. എന്തായിട്ട് പോകും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, now this constant value is 3/2. അത് t tends to infinity ആകുമ്പോഴുള്ള വാല്യൂ ആണ് എന്ത്, 3/2. ഓക്കെ, now ഈ റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടിയുടെ വാല്യൂ ലാർജ് ആവുന്ന ഏരിയ ആണ്. അവിടെ എന്താണ് നമുക്ക് കിട്ടുക, അവിടെ നമുക്കൊരു നെഗറ്റീവ് സ്ലോപ്പ് ആണ് കിട്ടുക. ആൻഡ് ടി 0 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സ്പെസിഫിക് ഹീറ്റും 0 ആയിട്ട് പോകും. ഓക്കെ, സോ ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് നമുക്കൊരു മാക്സിമം വാല്യൂ കിട്ടും, പിന്നെ നെഗറ്റീവ് സ്ലോപ്പിൽ വഴി ഡിക്രീസ് ചെയ്ത് വരും. ദെൻ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് ചെയ്യും, അത് 3/2 കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, 3/2 എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് സി വി ബൈ എൻ കെയുടെ ഗ്രാഫ് കിട്ടുക. ആക്ച്വലി ഇതാ വീരിയൽ കോഎഫിഷ്യൻസ് ഉള്ള കാരണമാണ് ഈ ഒരു റേഞ്ച് നമുക്ക് എടുക്കാം. കാരണം വീരിയൽ കോഎഫിഷ്യൻസിന്റെ എക്സ്പാൻഷൻ വരുന്നത് L is equal to 1 plus അങ്ങനെ ഓരോ ടേംസ് ആയിട്ട് പോലെ ചെയ്യുന്നത് വീരിയൽ കോഎഫിഷ്യൻസ്. വീരിയൽ കോഎഫിഷ്യൻസ് വരുന്നത് L is equal to ആദ്യത്തെ 1 വരും, ആദ്യത്തെ ടേം 1 വന്നു ഇവിടെ. എക്സ്പാൻഷനിൽ വീരിയൽ കോഎഫിഷ്യൻസ് അങ്ങനെ എഴുതിയിട്ടില്ലേ. ഓക്കെ, സോ ഈ എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ ലാംഡയുടെ വാല്യൂ ആദ്യം ഇപ്പോൾ ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇപ്പോൾ ലാംഡയുടെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ, ടിയുടെ വാല്യൂ ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ലാംഡയുടെ വാല്യൂ 0 ആയിട്ട് പോകും. ഓക്കെ, ലാംഡയുടെ വാല്യൂ 0 ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടേംസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ L is equal to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും, 0 ആയിട്ട് പോകും. സോ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടേമിൽ 1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, നമുക്ക് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ആ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വീരിയൽ കോഎഫിഷ്യൻസ് കാരണമാണ് നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു ഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം ഇൻക്രീസ് ചെയ്ത് അത് മാക്സിമം വാല്യൂക്ക് എത്തും, പിന്നെ അത് ലാർജ് വാല്യൂസ് എത്തുമ്പോൾ നമുക്ക് നെഗറ്റീവ് സ്ലോപ്പ് കിട്ടും. ദെൻ 3/2 എന്ത് ചെയ്യും, അത് കോൺസ്റ്റന്റ് ആയി നിൽക്കും. ഓക്കെ, സോ ഈ രീതിയിലാണ് നമുക്ക് എന്ത് കിട്ടുക, നമുക്ക് സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂസ് കിട്ടുക. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.